കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ പലർക്കും മധുരമുള്ള ഓർമ്മകളാണ്. പ്രണയവും സ്നേഹവും നിറഞ്ഞ മനോഹര നിമിഷങ്ങൾ, ഒന്നിച്ചുള്ള യാത്രകൾ, കുറേ വർത്തമാനങ്ങൾ. ഈ ഓർമ്മകളുടെ കൂടിച്ചേരലായിരിക്കും വിവാഹ വാർഷികങ്ങൾ. എന്നാൽ ചില യുവതികൾക്ക് കുറേ കണ്ണീർ കഥകളാണ് പറയാനുള്ളത്. സ്ത്രീധന പീഡനവും ഭർത്തൃ വീട്ടുകാരുടെ ആട്ടും തുപ്പും കൊള്ളാൻ വിധിക്കപ്പെട്ടവർ. കാസർകോട്ടെ ഫാത്തിമത്ത് സുഫൈദയും കണ്ണൂർ അഴീക്കോട് സ്വദേശിനി ആർഷയും ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കാത്ത ക്രൂരതകളില്ല. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ദുരിതം നേരിട്ടവരാണ്. അവരുടെ വേദനകളും സങ്കടങ്ങളും കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, അവരുടെ കണ്ണീർ ഒപ്പിയിരുന്നെങ്കിൽ രണ്ടുപേരും ജീവിതം അവസാനിപ്പിക്കില്ലായിരുന്നു. എന്താണ് ഫാത്തിമത്തിനും ആർഷയ്ക്കും സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കാസർഗോഡ് ചർലടുക്കിയിലെ ഫാത്തിമത്ത് സുഫൈദ എന്ന യുവതി കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയതാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്തൃ വീട്ടുകാർ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്, കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടായാലെങ്കിലും ദുരിത ജീവിതത്തിന് അറുതി ഉണ്ടാകുമെന്ന് അവൾ കരുതി. എന്നാൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടായില്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞതിൻ്റെ 1-ാം വാർഷിക ദിനത്തിൽ അവൾ സ്വയം തീരുമാനിച്ചു നരകതുല്യമായ ആ വീട്ടിൽ ഇനി ജീവിക്കേണ്ടതില്ലെന്ന്. അങ്ങനെ ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് യുവതി ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. നിരന്തരമായ ഗാർഹിക പീഡനത്തെ തുടർന്നാണ് ഫാത്തിമത്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. സംഭവത്തിൽ ഭർത്താവ് ആദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്കള പാണലത്ത് യുവ ഭർത്തൃമതി ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. പാണലത്തെ ആദിലിന്റെ ഭാര്യ ഫാത്തിമത്ത് സുഫൈദയാണ് മരിച്ചത്. ചെർലടക്കം സ്വദേശിനിയായ ഫാത്തിമത്ത് 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവാണ്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് ഫാത്തിമത്ത് സുഫൈദ ജീവനൊടുക്കിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സ്വർണം ആവശ്യപ്പെട്ട് പീഡനം ഉണ്ടായിരുന്നതായി പറയുന്നു. പീഡനം സഹിക്കാൻ കഴിയുന്നില്ലെന്ന് സുഫൈദ ഫോൺ ചെയ്ത് അറിയിച്ചതിനെ തുടർന്ന് സഹോദരൻ അബ്ദുൽ ബസീൽ ശനിയാഴ്ച രാത്രിയിൽ പാണലത്ത് വീട്ടിലെത്തിയിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കെ വീടിനകത്തേക്ക് പോയ സുഫൈദ രാസവസ്തുവും കൊണ്ട് തിരിച്ചെത്തി ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് കഴിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഉടൻ തന്നെ ഇന്ദിരാനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി 1 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വിദ്യാനഗർ പോലീസിൽ പരാതി നൽകി. നമ്മുടെ കൂടെ പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് അവളകത്ത് കയറി പിടിച്ചതായിരുന്നു. അപ്പൊ അവളെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തുകൊണ്ട് അവള് ഇതൊക്കെ മറച്ചു വെച്ചു. എന്ത് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും അവിടുന്ന് സഹിച്ചു നിന്നു. അല്ല, അവസാനമാണ് ഉമ്മാട് പറയുന്നത്. തിങ്കളാഴ്ച ഫാത്തിമത്ത് സുഫൈദയുടെ 1-ാം വിവാഹ വാർഷികമാണ്. ചെർലടക്കിയിലെ അബ്ബാസ് സഫിയ ദമ്പതികളുടെ മകളാണ്. ഭർത്താവ് ആദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഷാർജയിലെ സഖാറ മാളിന് സമീപത്തെ 32 നിലകളുള്ള ആഡംബര ഫ്ളാറ്റിൽ സമ്പന്നരായ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അവിടെ കുറേ മലയാളികളുണ്ട്. പൊതുവെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നവരെന്നാണ് പറയപ്പെടുന്നത്. പല വീടുകളെയും പ്രശ്നങ്ങൾ പുറംലോകം അറിയാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ വലിയ നിലവിളി ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴാണ് ആ ദാരുണമായ കാഴ്ച കണ്ടത്. ബഹുനില കെട്ടിടത്തിൽ നിന്ന് മകളെ വലിച്ചെറിഞ്ഞ് ജീവനൊടുക്കിയ യുവതി. കണ്ണൂർ അഴീക്കോട് സ്വദേശിനി ആർഷയുടെയും കുഞ്ഞിൻ്റെയും മരണം പല സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ 15-ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് 5 വയസ്സുകാരിയായ മകളെ താഴേക്കെറിഞ്ഞ ശേഷമാണ് 35-കാരിയായ അമ്മ ജീവനൊടുക്കിയത്. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് നിഖിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്.
കണ്ണൂർ അഴീക്കോട് സ്വദേശിനി ആർഷയും ഏകമകൾ റൂഹിയും ഭർത്താവ് നിഖിലിനൊപ്പം ഷാർജ അൽ നഹദയിൽ സഹാറ മാളിന് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തിവരികയായിരുന്നു ആർഷ. നിഖിലിന്റെ പിതാവും സഹോദരനും ഭാര്യയും കുടുംബവുമെല്ലാം UAE-യിൽ തന്നെയാണുള്ളത്. ആർഷയുടെ സഹോദരി അഷിതയും ഇവരുടെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണ് താമസം. ബുധനാഴ്ച രാവിലെ 7:15 ആയിരുന്നു പ്രവാസി സമൂഹത്തെ നടുക്കിയ ദുരന്തം. വലിയൊരു ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് റോഡിലും സമീപത്തെ നടപ്പാതയിലുമായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ സുരക്ഷാ സേന സ്ഥലത്തെത്തി പ്രദേശം പൂർണ്ണമായും വളഞ്ഞ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. കേസ് ആത്മഹത്യയായി രജിസ്റ്റർ ചെയ്ത് ഷാർജ പോലീസ് തുടർ നടപടികൾക്കായി ഫയലുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. നിലയിലുള്ള കൂറ്റൻ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ 15ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് 5 വയസ്സുകാരിയ മകളെ താഴേക്കെറിഞ്ഞ ശേഷം യുവതി സ്വയം ചാടി ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെയും കെട്ടിടത്തിലെ ജീവനക്കാരുടെയും മൊഴി. യുവതിയുടെ ഭർത്താവ് നിഖിലിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് തലേദിവസം ഈ ഫ്ളാറ്റിൽ കുടുംബവഴക്ക് നടന്നതായും തുടർന്ന് പോലീസ് ഇവിടെ എത്തിയിരുന്നതായും അയൽവാസികൾ പറയുന്നു. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന ഭർത്താവുമായി യുവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. കഴിഞ്ഞ 7 വർഷത്തിലേറെയായി ഇവർ ഇതേ ഫ്ളാറ്റിലാണ് താമസം. സംഭവത്തിൽ ഷാർജ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പോലീസിനെയും ഗുണ്ടകളെയും എനിക്ക് പരിചയമുണ്ട്. നാട്ടിലും ദുബായിലും നല്ല ബന്ധങ്ങളാണ്. മോഡലിംഗിൻ്റെ മറവിൽ പെൺവാണിഭം നടത്തിയ കേസിലെ മുഖ്യപ്രതി സിന്ധുവിൻ്റെ ഓഡിയോ സന്ദേശമാണിത്. സിന്ധു ഏജന്റിനയച്ച സന്ദേശമാണ് പോലീസ് കണ്ടെത്തിയത്. 5 വർഷം മുൻപാണ് ദുബായ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് പ്രവർത്തനം തുടങ്ങിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അതിനിടെ ഒരു പരാതിയിൽ കൂടി പോലീസ് കേസെടുത്തു. പുതിയ പരാതിയിലും ബിലാലും സിന്ധുവുമാണ് പ്രധാന പ്രതികൾ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിലാണ് മരട് പോലീസിൻ്റെ നടപടി. പ്രതികളുടെ ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുകയാണ് പോലീസ്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ കൂടുതൽ പരാതികൾ ഉയരുകയാണ്. കമ്മീഷണർക്ക് ലഭിച്ച പരാതിയാണ് ഇപ്പോൾ പുതിയ കേസായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യ കേസിനേതുപോലെ സമാനമായ സാഹചര്യം തന്നെയാണ് രണ്ടാമത്തെ പരാതിയിലും ഉള്ളത്. പരാതിക്കാരി കൊച്ചിയിൽ നിന്നുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ബിലാലും 1-ാം പ്രതി സിന്ധുവുമാണ് കേസിലെ പ്രധാന പ്രതികൾ. ഇരുവരും ചേർന്ന് പണം തട്ടിയെന്നും ദുബായിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പരാതിയിലുണ്ട്. 1-ാം പ്രതി സിന്ധുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. പരാതികൾക്ക് പിന്നാലെ സിന്ധുവിന്റെ ഏജന്റിനയച്ച ശബ്ദ സന്ദേശമാണെന്നാണ് സംശയം. ഗുണ്ടകളെയും പോലീസിനെയും തനിക്ക് പരിചയമുണ്ടെന്നും നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും തനിക്ക് നല്ല ബന്ധങ്ങളുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ റിമാൻഡിലുള്ള മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് സാധ്യത. ദുബായിലുള്ള പ്രതികളായ ഷംന, റഹ്മത്ത് എന്നിവരെയും നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് സംശയിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതികളെ നിയന്ത്രിക്കുന്ന മറ്റൊരു സംഘവും ഉണ്ടാകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. യുവതികളെ വിദേശത്തേക്ക് കടത്തി അവിടുത്തെ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കുന്ന രീതി കുറച്ചുപേർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അഞ്ച് വർഷം മുൻപാണ് ദുബായ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് പ്രവർത്തനം തുടങ്ങിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ബിലാൽ എന്നറിയപ്പെടുന്ന ശ്രീകുമാറിന്റെ ഫോണിൽ നിന്ന് ഒട്ടേറെ പെൺകുട്ടികളുടെ ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ദുബായിലെത്തിയ ശേഷം യുവതികളെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ച് ഇവരുടെ ചിത്രങ്ങളെടുത്ത് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കും. ശേഷം ഡീൽ ഉറപ്പിക്കും. ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് നടന്നിരുന്നത്. ആവശ്യക്കാരെത്തി യുവതികളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് ചെയ്തിരുന്നത്. പീഡനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ഇത് കാണിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തി യുവതികളെ വീണ്ടും പീഡനത്തിന് ഇരയാക്കിയിരുന്നു.
കൊടിയ പീഡനങ്ങളാണ് യുവതികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത്. സെക്സ് റാക്കറ്റ് തുടങ്ങിയ ശേഷമാണ് പ്രതികൾ സിന്ധുവിന്റെ നേതൃത്വത്തിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങിയത്. ഈ കമ്പനിയുടെ മറവിലാണ് ചിട്ടയായി പ്രതികൾ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്നതെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഫോണിൽ നിന്ന് കണ്ടെത്തിയ ചിത്രങ്ങളിലെ യുവതികൾ ഈ സംഘം ഇത്തരത്തിൽ ചതിച്ച് ദുബായിലേക്ക് കടത്തിയവരാണോ എന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പഠനഭാരവും മാനസിക സമ്മർദ്ദവും നിറഞ്ഞ ലോകത്താണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ജീവിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അവരെ മനസ്സിലാക്കാനോ ആരുമില്ലാത്ത കാലം. സംരക്ഷണം നൽകേണ്ടവരും ചേർത്ത് പിടിക്കേണ്ടവരും വില്ലൻ്റെ വേഷത്തിലെത്തുന്നു. തിരുവനന്തപുരം വർക്കലയിൽ കൗൺസിലിങ്ങിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് സൈക്കോളജിസ്റ്റാണ്. വർക്കലയെ സ്വകാര്യ ആശുപത്രിയിൽ സൈക്കോളജിസ്റ്റായ കൊല്ലം സ്വദേശി സന്തോഷ് സുകുമാരനാണ് 10ാം ക്ലാസ്സുകാരിക്ക് നേരെ അതിക്രമം നടത്തിയത്. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഴാം ക്ലാസ് മുതൽ പഠന സംബന്ധമായ കൗൺസിലിംഗിനായി കുട്ടി അമ്മയോടൊപ്പം സന്തോഷ് സുകുമാരൻ ചികിത്സ നടത്തിയിരുന്ന ആശുപത്രിയിലെത്തിയിരുന്നു. കൗൺസിലിംഗ് സമയത്ത് കുട്ടിയുടെ അമ്മയെ മനഃപൂർവ്വം മുറിക്ക് പുറത്ത് നിർത്തിയ ശേഷമാണ് ഇയാൾ പീഡനം നടത്തിയിരുന്നത്. തുടർന്ന് കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൗൺസിലിംഗിനെത്തിയപ്പോൾ ഇയാൾ മൊബൈൽ ഫോണിൽ നഗ്നദൃശ്യങ്ങൾ ബലമായി പകർത്തി. പീഡനത്തെ തുടർന്ന് കുട്ടിയുടെ പെരുമാറ്റത്തിലും സ്വഭാവ രീതികളിലും വലിയ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. ഇതിൽ സംശയം തോന്നിയ രക്ഷിതാക്കൾ കുട്ടിയെ കൂട്ടി മറ്റൊരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് വിശദമായ കൗൺസിലിംഗിന് വിധേയമാക്കി. ഈ കൗൺസിലിംഗിനിടെയാണ് വർഷങ്ങളായി താൻ നേരിട്ട ക്രൂരമായ പീഡന വിവരങ്ങൾ കുട്ടി തുറന്നു പറഞ്ഞത്. തുടർന്നാണ് രക്ഷിതാക്കൾ വർക്കല പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ പോലീസ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ കൗൺസിലിംഗ് എന്ന വ്യാജേന സൈക്കോളജിസ്റ്റ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി തെളിയുകയും പ്രതിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. പോലീസ് കേസെടുത്ത വിവരമറിഞ്ഞ് ഒളിവിൽ പോയ സന്തോഷ് സുകുമാരനെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കേരളത്തിലെ പൊതുനിരത്തുകൾ ചോരക്കളമാവുകയാണ്. വാഹനാപകടങ്ങൾ ഒരു വശത്ത്, അതിൻ്റെ പേരിലുള്ള ആക്രമണങ്ങളും പതിവ് കാഴ്ച. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കല പാപനാശത്ത് യുവതിക്കും സുഹൃത്തുക്കൾക്കും നേരെ അതിക്രമമുണ്ടായത് വാഹനം തട്ടിയെന്ന് ആരോപിച്ചാണ്. കഴക്കൂട്ടം സ്വദേശികളായ വിനോദസഞ്ചാരികളെ ഒരു സംഘം യുവാക്കൾ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. കാറിനുള്ളിലിരുന്ന യുവതിയെ ബലമായി വലിച്ചിറക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിൽ വർക്കല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്താരാഷ്ട്ര ഭൂപടത്തിൽ കേരളത്തിന്റെ ടൂറിസം പെരുമ വിളിച്ചോതുന്ന വർക്കല പാപനാശം ബീച്ചിലാണ് സഞ്ചാരികളുടെ സുരക്ഷയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവം അരങ്ങേറിയത്. ശനിയാഴ്ച വൈകുന്നേരം പാപനാശം കിളിത്തട്ടുമുക്കിന് സമീപമായിരുന്നു അതിക്രമം. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശികളായ യുവതിയും 2 സുഹൃത്തുക്കളുമാണ് അക്രമി സംഘത്തിന്റെ ഇരയായത്. കഴക്കൂട്ടം സ്വദേശികൾ സഞ്ചരിച്ച വാഹനം തട്ടിയെന്ന് ആരോപിച്ചായിരുന്നു മറ്റൊരു കാറിലെത്തിയ സംഘം തർക്കം തുടങ്ങിയത്. കിളിത്തട്ടുമുക്കിൽ വെച്ച് വിനോദസഞ്ചാരികളുടെ കാർ തടഞ്ഞു നിർത്തിയ അക്രമികൾ പിന്നീട് അസഭ്യവർഷവുമായി കാറിന് നേരെ തിരിയുകയായിരുന്നു. വാക്കേറ്റം പരിധി വിട്ടതോടെ അക്രമി സംഘം കാറിന്റെ മുൻസീറ്റിലിരുന്ന യുവതിക്ക് നേരെ തിരിഞ്ഞു. യുവതിയെ അസഭ്യം പറയുകയും കയ്യിൽ ബലമായി പിടിച്ച് കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഭയന്നുപോയ യുവതിയും സുഹൃത്തുക്കളും നിലവിളിച്ചതോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബഹളം കേട്ട് പ്രദേശവാസികളും മറ്റ് വിനോദസഞ്ചാരികളും ഓടിക്കൂടിയതോടെ അക്രമി സംഘം പിൻവാങ്ങുകയായിരുന്നു. നാട്ടുകാർ വർക്കല പോലീസിൽ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് ഇരുവിഭാഗത്തെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. പെട്ടെന്നൊരു വണ്ടി വന്ന് ഫ്രണ്ടില് ചവിട്ടി, അവര് പെട്ടെന്ന് വന്ന് ചവിട്ടി. നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട്, എന്റെ മടിയിൽ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, അവളൊന്നും താഴെ വീണു. ഭയങ്കരമായിട്ട് രക്ഷായി. ഉടനെ അവര് ചാടി ഇറങ്ങി, 3 പൈമാരം കണ്ടുള്ളത്. ഇവർ ചാടി ഇറങ്ങി വന്ന്
ആദ്യം ഫുള്ള് ലൈക്ക് മിററിൽ ഫുള്ളായിട്ട് അടിച്ചു, ഫ്രണ്ടിൽ റിയർ മിററിൽ ആദ്യം അടിച്ചു, പിന്നെ ഇവിടേക്ക് വന്ന് ചുമ്മാ ഇട്ട് അടിക്കുന്നു, ബോണറ്റിൽ അടിക്കുന്നു. നേരിൽ അത് ഒരു പയ്യൻ വന്നിട്ട് നേരെ ഇതിന്റെ അകത്ത് എന്റെ സൈഡിൽ വന്നിട്ട് ആ ഗ്ലാസ് ഞാൻ ആദ്യം ഡോഗുള്ളോണ്ട് പാതി തുറന്നിട്ടേക്കുവായിരുന്നു. അത് അതിൽ കൂടെ കൈയിട്ട് എന്റെ കൈ കയറി പിടിച്ചു വലിച്ചു. എന്തൊക്കെയോ ഒരു വൃത്തികെട്ട കുറെ ചീത്തയും വിളിച്ചിട്ട് ഇറങ്ങടി അങ്ങനെ പറഞ്ഞിട്ട് ചീത്ത വിളിച്ചു. അന്നേരം കൊണ്ട് തന്നെ ഞാൻ ലൈക്ക് മിറർ പൊക്കി. അപ്പൊ പിന്നെ അവന്മാർ ഈ സൈഡിൽ വന്നു, ലൈക്ക് ഡ്രൈവറിന്റെ സൈഡിൽ വന്നിട്ട് അവിടെയും ഭയങ്കര പ്രശ്നമായിരുന്നു. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അസഭ്യവർഷത്തിനും സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചതിനും കയ്യേറ്റം ചെയ്തതിനും യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. വിനോദസഞ്ചാരികൾക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കുന്നത് വർക്കലയുടെ ടൂറിസം മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സംഭവത്തിൽ പ്രതികളായ യുവാക്കളെ കേന്ദ്രീകരിച്ച് വർക്കല പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് വർക്കലയിലെ അതിക്രമം. ന്യൂസ് 18 വർക്കല. ഏതാനും നാളുകൾക്ക് മുൻപ് വരെയും എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്നവരാണ് നമ്മൾ മലയാളികളല്ലേ. വടക്കേന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുമ്പോഴും കൊലയും നടത്തുമ്പോഴും സാക്ഷര കേരളമെന്ന് അഭിമാനിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ എന്താണ് സ്ഥിതി? വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ പശുക്കടത്തിൻ്റെ പേരിൽ പോലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കന്നുകാലികളെ കയറ്റിയ പിക്കപ്പ് തടഞ്ഞ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. സംഭവത്തിൽ 2 പേർക്കെതിരെ കലാപാഹ്വാനത്തിന് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബായാർ കള്ളഗദ്ദയിലാണ് കേസിനാസ്പദമായ സംഭവം. വടി ഉൾപ്പെടെ ആയുധങ്ങളുമായി എത്തിയ സംഘം കാളകളെ കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. പൈവെളികെ ആവളിയിലെ ഇബ്രാഹിം ഖലീലിന്റെ പരാതിയിൽ പുനിത് എന്നയാളും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെയാണ് കേസെടുത്തത്. കാളകളെ കയറ്റിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. കലാപം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. നേരത്തെയും മഞ്ചേശ്വരം ബായാറിൽ കാളകളെ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്ന പിക്കപ്പ് വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു. കേരള കർണാടക അതിർത്തിയായ മഞ്ചേശ്വരത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. സംഭവത്തെ തുടർന്ന് അതിർത്തി കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം പുനലൂരിന് സമീപം കലയനാടെന്ന പ്രദേശത്ത് നാട്ടുകാർ ഇപ്പോൾ വലിയ ഭീതിയോടെയാണ് കഴിയുന്നത്. പകലും രാത്രിയും കവർച്ചാ സംഘങ്ങളുടെ വിളയാട്ടം. സ്വർണവും പണവും മാത്രമല്ല, സൈക്കിളും ബൈക്കും പാത്രങ്ങളും വരെ മോഷ്ടിക്കും. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ടാണ് കവർച്ച. കഴിഞ്ഞ ദിവസം പുനലൂരിലെ വാഹന പുകപരിശോധന കേന്ദ്രത്തിലാണ് കള്ളൻ കയറിയത്. ഇവിടെ നിന്ന് മൊബൈൽ ഫോണും പണവും മോഷ്ടിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ 2 മാസത്തിനിടെ പ്രദേശത്ത് ഇത് 6ാം തവണയാണ് കവർച്ച നടക്കുന്നത്. പുനലൂർ കലയനാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കുറ്റിയൽ ട്രാവൽസ് എന്ന വാഹന പുകപരിശോധന കേന്ദ്രത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. 3 മൊബൈൽ ഫോണുകളും 5000 രൂപയും നഷ്ടപ്പെട്ടു എന്നായിരുന്നു പരാതി. ഓഫീസിലെ കമ്പ്യൂട്ടർ മോണിറ്റർ കടത്താനുള്ള ശ്രമവും നടന്നു. മോഷ്ടാവ് പുകപരിശോധന കേന്ദ്രത്തിന്റെ ഓഫീസ് മുറിയുടെ ആസ്ബറ്റോസ് മേൽക്കൂര തകർത്ത് അകത്തിറങ്ങി മോഷണം നടത്തുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തമിഴ്നാട് സ്വദേശി ശെൽവരാജിനെ പുനലൂർ പോലീസ് ആണ് അറസ്റ്റ് ചെയ്തത്.
മോഷ്ടിക്കപ്പെട്ട മൊബൈൽ ഫോണുകളിൽ ഒന്ന് കൊല്ലത്ത് വിൽപ്പന നടത്താൻ ശ്രമിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസ് അറിയിച്ചതിനെ തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. പിന്നീട് ഇയാളെ പുനലൂർ പോലീസിന് കൈമാറി. കഴിഞ്ഞ 2 മാസത്തിനിടെ 5ഓളം തവണ മോഷണം നടന്ന കലയനാട് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം വീണ്ടും മോഷണം നടന്നത്. പുനലൂരിലെ കലയനാട്, ചൂരോട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി തുടരെ മോഷണം നടന്നു വരുന്നതായി പരാതിയുണ്ട്. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഒരേ വീട്ടിൽ തന്നെ വീണ്ടും മോഷണം നടന്നിരുന്നു. സൈക്കിൾ, ബൈക്ക്, ചെമ്പുപാത്രങ്ങൾ തുടങ്ങിയ സാധനങ്ങളാണ് അന്ന് മോഷണം പോയതായി പരാതിയിൽ പറയുന്നത്. നാട്ടുകാർ പേടിച്ചാണ് രാത്രി കഴിയും. നേരെ വിളക്കം എവിടെ കള്ളം കയറിയ രീതിയിൽ. ഇപ്പൊ എന്തായാലും ഭാഗ്യവശാൽ ഇപ്പൊ കള്ളനെ പിടികൂടാൻ പോലീസിന് പറ്റിയിട്ടുണ്ട്. അവൻ കൊല്ലത്ത് മൊബൈൽ ഫോൺ വിൽക്കാൻ ശ്രമം നടത്തിയതിന്റെ ഇടയ്ക്കാണ് പിടിക്കപ്പെട്ടത്. പക്ഷേ ഇനിയിപ്പോ ഇതിനു മുമ്പാണ് കള്ളനെ അറിയാവുന്നതായിട്ട് അവനിതൊരു പിടികൂടാൻ പറ്റിയിട്ടില്ല. ഇത് പിടിച്ച പോലീസുകാരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ പഴയ കള്ളന്മാരെയും കൂടെ പിടിക്കണം, ആത്മാർത്ഥ ശ്രമിച്ച് അവരെയും കൂടെ പിടിച്ച് ഈ നാട്ടുകാർ സ്വൈര്യ ജീവിതം ഉണ്ടാക്കി തരണമെന്നാണ് കൗൺസിലറിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് 18 പുനലൂർ. കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ വൃദ്ധ മാതാപിതാക്കൾ തനിച്ചാണ് താമസിക്കുന്നത്. വാർദ്ധക്യകാലമാകുമ്പോൾ ഇവരെ സഹായിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ. വീട്ടുജോലിക്കും ആളെ കിട്ടാനില്ല. അതിനാൽ തന്നെ ഇതര സംസ്ഥാനക്കാരാണ് പലയിടത്തും ജോലിക്ക് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള വീടുകളിൽ വയോജനങ്ങളുടെ സുരക്ഷ വലിയൊരു വെല്ലുവിളിയാണ്. മൂവാറ്റുപുഴയിൽ പട്ടാപ്പകൽ വയോധികയുടെ വായിൽ തുണി തിരുകി കവർച്ച നടത്തിയ കേസിലേക്കാണ്. മാറാടി സ്വദേശിനി മറിയാമ്മയുടെ 12 പവൻ സ്വർണം കൊള്ളയടിച്ചെന്നാണ് പരാതി. വീട്ടുജോലിക്കാരിയെ മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷമായിരുന്നു മോഷണം. കവർച്ചയിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിക്കാണ് സംഭവം. മൂവാറ്റുപുഴ മാറാടി മഞ്ചേരിപ്പടിയിൽ താമസിക്കുന്ന മറിയാമ്മയെയാണ് മോഷ്ടാവ് വായിൽ തുണി തിരികിയതിനു ശേഷം കയ്യിലും കഴുത്തിലും കിടന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന വീട്ടുജോലിക്കാരിയെ മുറിയിൽ പൂട്ടിയിട്ടതിനു ശേഷമായിരുന്നു മോഷണം. തൊട്ടടുത്തുള്ള ആളുകൾ പള്ളിയിൽ പോയ സമയത്താണ് മോഷണം നടന്നത്. 6 വളകളും കഴുത്തിൽ കിടന്ന മാലയും അടങ്ങുന്ന 12 പവൻ സ്വർണമാണ് മോഷ്ടിച്ചത്. വീട്ടുകാരുടെ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട് സ്വദേശിയായ വീട്ടുജോലിക്കാരിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കവർച്ചയിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വീടിനെക്കുറിച്ച് വ്യക്തമായി അറിവുള്ളവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സൂചന. സമീപത്തെ CCTVകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 മൂവാറ്റുപുഴ. നമ്മുടെ വീട്ടിലും സ്ഥാപനങ്ങളിലുമൊക്കെ ജോലിക്കാരെ നിർത്തുമ്പോൾ അവരുടെ പശ്ചാത്തലം ആരെങ്കിലും പരിശോധിക്കാറുണ്ടോ? പ്രത്യേകിച്ച് അപരിചിതരാണെങ്കിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണ്ട കാലമാണ്. കാരണം ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. കോഴിക്കോട് മുക്കത്ത് ഹോട്ടലിൽ നിന്ന് 2 മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചത് ഹോട്ടലിലെ തന്നെ ജീവനക്കാരനാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ മാസങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടി. ഇടുക്കി കട്ടപ്പന സ്വദേശി അഭിഷേകിനെ മുക്കം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. കഴിഞ്ഞ ഡിസംബർ 5-നാണ് മുക്കം നീലേശ്വരത്ത് പ്രവർത്തിക്കുന്ന MRS ഒലീവ് കിച്ചൺ എന്ന മന്തിക്കടയിൽ മോഷണം നടന്നത്. 25,000 രൂപ വില വരുന്ന 2 മൊബൈൽ ഫോണുകളാണ് നഷ്ടപ്പെട്ടത്. അന്നേ ദിവസം ഹോട്ടലിൽ ജോലിക്കായി എത്തിയ ഇടുക്കി കട്ടപ്പന സ്വദേശി അഭിഷേകാണ് ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ച മൊബൈൽ ഫോൺ മോഷ്ടിച്ചതെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് മന്തിക്കട ഉടമ മുക്കം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇടുക്കിയിൽ വെച്ച് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മുക്കം പോലീസ് സ്റ്റേഷനിലെ SI ശ്രീരാഗ്, ASI റഫീഖ്, പോലീസ് ഉദ്യോഗസ്ഥരായ അഭിലാഷ്, അനൂപ്, തിരുവമ്പാടി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്.
ന്യൂസ് 18 കോഴിക്കോട്. ആഡംബര ജീവിതത്തിനും ലഹരി ഉപയോഗത്തിനും മോഷണം തൊഴിലാക്കിയവർ. കേരളത്തിലെ വിവിധയിടങ്ങളിൽ കറങ്ങി നടന്ന് കവർച്ച, പിന്നീട് ആഡംബര ഹോട്ടലുകളിൽ ഒളിജീവിതം. മലപ്പുറം വെങ്ങാട് കള്ളുഷാപ്പ് ഉടമയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന സംഘത്തിൻ്റെ രീതിയാണിത്. കേസിൽ കുപ്രസിദ്ധ മോഷണ സംഘം പിടിയിലായതോടെയാണ് ഇവരുടെ കവർച്ചാ രീതിയെപ്പറ്റി പോലീസ് അറിയുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് തൊടുപുഴ സ്വദേശികളായ 4 അംഗ സംഘത്തിന് പിടിവീണത്. നാടിനെ ഭീതിയിലാഴ്ത്തിയ വേങ്ങാട്ടെ കള്ളുഷാപ്പിലെ മോഷണത്തിലാണ് കുപ്രസിദ്ധ ലഹരി ഗുണ്ടാ സംഘം പിടിയിലായത്. പാലക്കാട്, കുമ്പിടി, ഇടുക്കി, തൊടുപുഴ സ്വദേശികളായ 4 അംഗ സംഘത്തെ ബംഗളൂരുവിൽ നിന്നും കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പാലക്കാട് കുമ്പിടി സ്വദേശികളായ കാടംകുളത്തിൽ മുഹമ്മദ് മുസ്തഫ, മണ്ടംമാക്കയിൽ ജിഷ്ണു രാജഗോപാലൻ, മംഗലത്ത് വളപ്പിൽ ഫൈസൽ, ഇടുക്കി തൊടുപുഴ കുമാരമംഗലം സ്വദേശി ഇടത്തിപ്പറമ്പിൽ അജ്മൽ എന്നിവരാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയതും അറസ്റ്റിലേക്ക് നയിച്ചതും. മോഷണം നടന്ന വേങ്ങാട് മുതൽ കിലോമീറ്ററുകളോളം ദൂരത്തിലുള്ള 100ഓളം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചായിരുന്നു അന്വേഷണം. അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുകയും അവർ ബംഗളൂരുവിലേക്ക് കടന്നതായും സൂചന ലഭിച്ചു. മോഷണം മുതൽ വിൽപ്പന നടത്തി ലഭിച്ച പണം ഉപയോഗിച്ച് ബംഗളൂരുവിൽ ലഹരി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ മെയ് 8-ാം തീയതി ഉച്ചയ്ക്ക് 12:45ഓടെയാണ് സംഭവം നടന്നത്. വേങ്ങാട് മൂർക്കനാട് റോഡിൽ കള്ളുഷാപ്പ് നടത്തുന്ന ദാമോദരൻ എന്ന 65-കാരനെ ആക്രമിച്ച് കഴുത്തിൽ കിടന്ന 8 പവനോളം തൂക്കം വരുന്ന സ്വർണമാലയും മൊബൈൽ ഫോണും കവർച്ച ചെയ്തു എന്നാണ് കേസ്. ഷാപ്പിലെ സഹായിയെ അടുക്കളയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു കവർച്ച. ഷാപ്പിൽ മദ്യപിക്കാനെത്തിയ സംഘം മദ്യപിച്ച് പണം നൽകാനെന്ന വ്യാജേന എഴുന്നേൽക്കുകയും സഹായിയെ പൂട്ടിയിട്ട ശേഷം ദാമോദരന്റെ കഴുത്തിൽ കിടന്ന മാല കവരുകയുമായിരുന്നു. എതിർത്ത ദാമോദരനെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചാണ് സംഘം കടന്നുകളഞ്ഞത്. കൊളത്തൂർ SI ബിജു M, ASI ജോർജ്, CPOമാരായ ജയൻ, നബ്ജുദ്ദീൻ, ദിനേശൻ, നിസാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പലരും ഉപദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കുടുംബജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പരസ്പരം ക്ഷമിച്ചും വിട്ടുവീഴ്ചകൾ ചെയ്തുമൊക്കെ ജീവിക്കണമെന്ന് പറയുന്നത് സ്വന്തം വീട്ടുകാർ തന്നെയായിരിക്കും അല്ലേ? എന്നാൽ ദാമ്പത്യ കലഹത്തിൽ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. വിവാഹ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന സാമൂഹ്യ സമ്മർദ്ദം കാരണം പലതും പുറത്തു പറയാൻ മടിച്ച് ഉള്ളുനീറി കഴിയുന്നവർ. കുട്ടികളുടെ ഭാവിയെ ഓർത്ത് ഈ ക്രൂരതകൾ സഹിക്കാൻ നിർബന്ധിതരാകുന്നവർ. ഇവിടെ ജീവിതം ഒന്നേ ഉള്ളുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അത് പിച്ച് ചിന്തപ്പെടാനുള്ളതല്ല, സ്വയം അവസാനിപ്പിക്കേണ്ടതുമല്ല. ഒന്നിച്ചു കഴിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആത്മഹത്യയല്ല വേണ്ടത്, ആ ബന്ധം ഒഴിഞ്ഞേക്കണം. ഇനിയുള്ള കാലമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. വീടുകളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കാൾ അതല്ലേ നല്ലത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.